ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ക്ലാസ് റൂം. അപ്പോൾ നമ്മളിന്ന് ഷെയ്ഡിങ് ആണ് പഠിക്കുന്നത് കേട്ടോ. അപ്പോൾ ഷെയ്ഡിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഫ്രീ ഹാൻഡ് ഡ്രോയിങ് ആണ് ഫസ്റ്റ് ചെയ്തെടുക്കുന്നത് കേട്ടോ. ഫ്രീ ഹാൻഡ് ഡ്രോയിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ മുമ്പത്തെ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ക്യാമറ വെച്ചത് ശരിയല്ലായിരുന്നു, അതൊന്ന് കറക്റ്റാക്കിയതാണ്. ഫ്രീ ഹാൻഡ് ഡ്രോയിങ് എന്ന് വെച്ചാൽ നമ്മൾ റേസറോ സ്കെയിലൊന്നും യൂസ് ചെയ്യാതെ വരച്ചെടുക്കുന്ന ആ ഒരു മെത്തേഡിനെയാണ് ഫ്രീ ഹാൻഡ് ഡ്രോയിങ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ഒഴുക്കിൽ ഇങ്ങനെ ചെയ്തെടുക്കുന്നതിനെയാണ് കേട്ടോ. ഇത് പലപ്പോഴും എന്താ പറയുക, ഫാബ്രിക് പെയിൻറ്റിങ് അതേപോലെ ഡ്രസ്സിലെ ഡിസൈൻ വർക്കൊക്കെ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. അതായത് ഒരുപാട് ഡിസൈൻസ് ഉണ്ടാവും ഇങ്ങനെ വളഞ്ഞും തിരിഞ്ഞൊക്കെ ഉള്ള. അപ്പോൾ നമ്മൾ ഇതിലാണ് ഇന്ന് ഷെയ്ഡിങ് ചെയ്യുന്നത്. അപ്പോൾ ഷെയ്ഡിങ് നിങ്ങൾ പഠിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ഷെയ്ഡിങ്ങിനെ കുറിച്ചുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ളൊരു ക്ലാസ് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നത്. കറക്റ്റായിട്ട് നിങ്ങൾ വാച്ച് ചെയ്തേ പറ്റൂ. അപ്പോഴാണ് നമുക്ക് ഗ്രേഡ്സുകളൊക്കെ, അതായത് പെൻസിൽസൊക്കെ യൂസ് ചെയ്യേണ്ട ആ ഒരു മെത്തേഡ് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. നമ്മുടെ പെൻസിൽ ബോക്സിൽ HB 2B 4B 6B 10B അങ്ങനെ ഒരുപാട് പെൻസിൽസ് ഉണ്ട്. യൂഷ്വലായിട്ട് ആ ഒരു ബോക്സിൽ 6 പെൻസിൽസാണ് ഉണ്ടാവുക. കുറച്ചുകൂടി വലിയതിൽ HB കഴിഞ്ഞാൽ 2B 3B 4B അങ്ങനത്തെ പെൻസിൽ ബോക്സും ഉണ്ട്. നമുക്ക് ഈ ഒരു പെൻസിൽ ബോക്സ് മതി, ആർട്ട് ലൈൻ്റെ 6 പെൻസിൽസ് ഉള്ള ആ ഒരു ബോക്സ് മതി കേട്ടോ. ഇപ്പം ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് എന്ന് വെച്ചാൽ ആർട്ട് ലൈൻ്റെ പെൻസിലാണ്. എനിക്ക് കുറച്ചുകൂടി ബെറ്ററായിട്ട് തോന്നിയിട്ടുള്ളത് ഈ ഒരു പെൻസിലാണ് കേട്ടോ. നല്ല കളറും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ടാണ് ഇത് ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പിക്ചർ വരയ്ക്കുമ്പോൾ HB പെൻസിൽ മാത്രം യൂസ് ചെയ്തുകൊണ്ട് വരയ്ക്കുക. നമ്മൾ HB പെൻസിൽ വെച്ചിട്ടാണ് വരച്ചത് എന്നുണ്ടെങ്കിൽ ഡാർക്ക് കൂടുന്തോറും അത് 2B 4B 6B 8B 10B എന്നീ ഗ്രേഡ്സുകളിലേക്ക് ഇങ്ങനെ മാറ്റി മാറ്റി വരും. അതായത് ഡാർക്ക് കൂടുന്തോറും ഗ്രേഡ്സിൻ്റെ ആ ഒരു നമ്പർ കൂട്ടി കൂട്ടി നിങ്ങൾ യൂസ് ചെയ്യണം. അപ്പോൾ ഏറ്റവും കൂടുതൽ ഡാർക്കുള്ള ഭാഗങ്ങളിൽ 10Bയോ 12Bയോ ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് വരയ്ക്കുക കേട്ടോ. പിന്നെ ഗ്രേഡ്സുകളെ കുറിച്ച് കറക്റ്റായിട്ട് മനസ്സിലാക്കുന്ന ഒരു ക്ലാസ് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ നിങ്ങൾ കറക്റ്റായിട്ട് വാച്ച് ചെയ്യുക കേട്ടോ. അപ്പോഴാണ് നിങ്ങൾക്ക് ഷെയ്ഡിങ് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് എവിടെ നിന്നാണോ ലൈറ്റ് വരുന്നത് അതിൻ്റെ നേരെ ലൈറ്റായിട്ടും ഓപ്പോസിറ്റിൽ ഡാർക്കായിട്ടുമാണ് നമ്മൾ കാണിക്കുക. ആ ഡാർക്കിൻ്റെ ടോണുകളാണ് നമ്മൾ HB 2B 4B എന്നൊക്കെ പറഞ്ഞിട്ട് വ്യത്യസ്ത തലങ്ങളിൽ ആ ടോണ് ചെയ്തെടുക്കുന്നത്. അതായത് ലൈറ്റ് റൈറ്റിൽ നിന്നാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ ഡാർക്ക് നേരെ ഓപ്പോസിറ്റ് ലെഫ്റ്റ് സൈഡിലായിരിക്കും. അത് ശ്രദ്ധിക്കുക കേട്ടോ.